രാത്രി വലയിട്ട് വെച്ചാണ് ഗൈസ്, നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. ആ വല പിന്നെ അങ്ങനെ എടുക്കാണ്ട് വെച്ചു. ആ പകലൊന്ന് വന്ന് നോക്കിയതാണ്. അവിടെ ഉണ്ട് ഒരാൾ. എവിടെ ഒരാളുണ്ട്. ഒരാൾ വലയിലുണ്ട്. കോരുവല എടുത്തില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. അങ്ങനെ കേട്ടിട്ടുണ്ടാ? അയ്യ അയ്യ സിമ്പിൾ. അടിപൊളി അടിപൊളി സംഭവം പൊളിച്ചു. മീൻ പോയിട്ടില്ലല്ലോ. ഇതിലല്ല, അപ്പുറത്താണ്. ആ ആ ഉണ്ടേ. ഇല്ല 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 അല്ലേ? ഉണ്ടാ എപ്പുറത്തേക്കാ വേണ്ടി? പോരടാ. നിക്ക് 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 നിക്ക്. ഹായ് 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 ഹായ്. മൂന്നാമത്തെ മീനാണ്ടാ കിട്ടുന്ന. 50-50 ചാൻസാണ്. എന്താ പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ സാധനമാണ്. എല്ലാം ഭാഗ്യം. ഇല്ലടാ, അതിലാണ് മീനേ. മീനല്ലേ? അത് കിടക്കട്ടെ അത് കിടക്കട്ടെ. തൽക്കാലം ഒന്നും ചെയ്യണ്ട. ആ അല്ലടാ, വല എവിടെ ഇടണ? ഇതിന് എന്ത് ചെയ്യണ്ടി? അങ്ങോട്ട് വിടട്ടെ? അറിയില്ലേ? കാറ്റ് ഇങ്ങോട്ട് അടിക്കണതേ. എന്താ കിട്ടാണ്ട്? കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ അല്ലേ? ഒരുപാട് അങ്ങോട്ടല്ല. ഈ ഫ്ലോട്ടിൻ്റെ ഇവിടെ ഇത് സൂപ്പറിൻ്റെ വരയാണ്. അതാണ് ഭയം അല്ലേ?
പക്ഷെ മീൻ ഒട്ടും അതിൽ. ആ മീൻ ഒട്ടുകയും ചെയ്യും. മീൻ ഇവിടേക്കല്ല, കുറച്ച് ഇങ്ങോട്ടടാ. ഇല്ലടാ, ഇങ്ങോട്ടടാ. ആ അതന്നെ പറഞ്ഞതേ. എടാ ഇതിലെടുക്കാൻ പറ്റില്ല അല്ലേ? നീ ഇതിന്റെ ഒപ്പം നിൽക്കുമ്പോട്ടാ ഒരു പോലെ രൂപമൊന്നുമില്ല. ഇതിലെടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ല, ട്യൂബ് എടുക്കാം അല്ലേ? കാരണം കാറ്റുകാരും കാറ്റില്ലെങ്കിൽ എടുക്കേ. അത്യാവശ്യം നല്ല സാധനം ഉണ്ടാ. നല്ല സാധനം പറഞ്ഞാൽ നല്ല സാധനമാണ്. 10-15 ഇടയിലുണ്ടാവും. അതിന്റെ വാൽ തന്നെ വേണ്ട അല്ലേ? കട്ട്ലന്റെ വാല് വീതി വലുപ്പുണ്ടോ മീന്? എന്തായിരിക്കും ഇനിയിപ്പോ മറ്റേ പോയത്? കിട്ടിയാൽ ഏറ്റവും വലിയ മീനാവും. കിട്ടിയാൽ കിട്ടും. 16 കിലോ കട്ട്ലയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ കട്ട്ല കുട്ടിയാടാ. കുട്ടികൾ മടിയിലിരിക്കണ മാതിരി ഇരിക്കും. അത് പെട്ടെന്ന് ചാവുകയും ചെയ്യില്ലേ? അല്ല മലയിൽ ആ സാധനം ഇത് ഇടക്ക് മലക്കുണ്ട്. മലക്കൂല ക്ഷീണിച്ചിണ്ടാവും. അടിച്ച പണി 18 നോക്കി നടക്കണില്ല. ഒരു വല കൊണ്ടൊന്നും അതിലും നടക്കണില്ല. ഇനി അടുത്ത് ട്യൂബും കൊണ്ടൊരു കളിയുണ്ട്. ട്യൂബും കൊണ്ടൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. മീനിനെ കാണിച്ചു തരാം. വിളിക്കണം. അയ്യ അങ്ങനെ പറ്റില്ല. ഇതിൽ പോയിട്ട് ഫെയിലാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ട്യൂബ് എടുത്തിട്ട് വന്നിട്ട് ഇതാ അനിസിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ പോണ് കണ്ട, അവിടെയാണ് നമ്മുടെ ആള്. ഹെവി പറഞ്ഞാൽ ഹെവി സാധനമാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. സാധാ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമ്മളത് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉള്ളൂ. എത്തിയാ കൊമ്പൻ പറഞ്ഞ കൊമ്പനാണ്. അടിപൊളി സാധനം. അത് കയറാമെന്നാണ് സംശയം. കയറിയ രക്ഷപ്പെട്ടു. കയറിയൊരു അടിപൊളി സാധനം കയറി. അതുകൊണ്ട് അവിടെയാണ് മീൻ. കുറച്ചങ്ങോട്ട് കണ്ടില്ലേ? കേറ്റ് മെല്ലെ അങ്ങോട്ട് പോകാൻ പറ്റും നോട്ടേട്ടാ. ഭയങ്കര ടാസ്ക്കാണ്. ഓപ്പറേഷൻ സക്സസ്. കേറ്റടാ കൊലകൊമ്പനെ. മോനെ കിട്ടിയാ? ഓറ് പൊളിഞ്ഞാ ചേട്ടാ? അത് വേണ്ട, ഇങ്ങനെ പിടിക്കാം. ആദ്യം ഇവിടുന്ന് എസ്കേപ്പ് ആവാം. നല്ല സാധനണ്ടാ. സാധനം പൊളിയും ട്ടാ. ഇതിൻ്റെ ഈ ഭാഗത്ത് പിടിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ ആക്കി ചോരൊന്നുമില്ലല്ലോ. സാധനം ഞാൻ കയറണ്ടേ? തോണി മറിഞ്ഞു. നീ അങ്ങോട്ട് പോകാൻ മരുന്നിനെ അങ്ങോട്ട് വലിച്ചിട്ട് വയ്ക്കോ? വലിച്ചിട്ട് പോവേ കാറ്റിങ്ങിടനെ കൊണ്ടുവരും. സാധനം എങ്ങനെ കാണിക്കുക? മതി കണ്ട് മോനെ. അടിപൊളി. ഓപ്പറേഷൻ സക്സസ്.
അങ്ങനെ ദാ ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് നല്ലൊരു മരച്ചോട്ടിൽ വന്ന് നമ്മുടെ വേറെ മീനുകളൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ ഇതിനൊക്കെ ഇതാക്കുകയാണ്. അതിനാണോ കൂട് മാറ്റിയിട്ടു. ആണോ എനിക്ക് ഒരു ചലഞ്ച് ഉണ്ട്, എനിക്കത് പൊക്കാൻ പറ്റുമോ? ഇരുന്നിട്ട് ഒന്ന് ശ്രമിച്ച് നോക്ക്, വെറുതെ ഫുള്ളായി പൊക്കണ്ട. ഇത്രയും റിസ്ക് എടുത്തില്ലേ വെള്ളത്തിൽ. എപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ഈ ഒരു മീനിൻ്റെ പിന്നാലെ. നേൽവലക്ക് വന്നിട്ടുണ്ടെങ്കിൽ പേടിയില്ലാണ്ട് എടുക്കേ. ഒരു ലെയറിലാണ് ആ സാധനം നിൽക്കണത്. ഇവിടുന്ന് നമുക്ക് 2 സ്റ്റിക്കിൽ 2 ചേറാനടിച്ചും കൂടി എടുക്കായിരുന്നു അല്ലേ? ഉൾപ്പെടുത്തായിരുന്നു വീഡിയോയിൽ. പറഞ്ഞാൽ നേരെ അതിന്ന് പോവില്ലല്ലോ. അത് നല്ല കട്ടി വയ്ക്കാത്. ഇനി ചേറാനടിക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ട് എടുത്തോ. വേണമെന്നുണ്ടെങ്കിലല്ലേ വേണം. പോളി പോളി പോളി. ഇതാണ് തപ്പ കിട്ടിയത് കേട്ടോ. ആ വലുത് വെള്ളത്തിലിട്ട് വെച്ചു ചാവാണ്ടിരിക്കാൻ അല്ലേ. പൊളി പൊളി.